അർജുൻ സ്കോക്ക് ഒഡേങ്കപ്പ തല അജിത്തിൻ്റെ വിടാമുയർച്ചി. മകൾ തിരുമേനി ഡയറക്ടർ 1997 പുറത്തിറങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് ഫിലിം ബ്രേക്ക് ഡൗണിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്. ഓൾമോസ്റ്റ് ഇതിൻ്റെ സ്റ്റോറിയും പ്ലോട്ടൊക്കെ സിമിലറാണ്, പക്ഷേ കുറേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സുഭാസ്കരൻ ലൈക്ക പ്രൊഡക്ഷൻസ് പണം എവളോ ഇருக்கு. 300 കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ ചിലവ്. കംപ്ലീറ്റ്ലി അസർബൈജാനിലാണ് കഥയുടെ സെറ്റിങ്ങും അസർബൈജാനാണ്, ഷൂട്ട് ചെയ്തിരിക്കുന്നതും അസർബൈജാനിലാണ്. പിന്നെ കുറച്ച് സീൻസ് തായ്ലാൻഡിലുണ്ട്. അനിരുദ്ധാണ് ഒറിജിനൽ സ്കോർ ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പാട്ടുകളൊക്കെ ഓൾറെഡി ഹിറ്റാണ്, വൻ ഹിറ്റാണ്. പിന്നെ സ്കോർ തകർത്തിട്ടുണ്ടാകും. കാരണം എനിക്ക് ആ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് പിടിക്കാൻ പറ്റിയ പടം കിട്ടിക്കഴിഞ്ഞാൽ ആ ലെവൽ ചെയ്യും. അതിനുള്ള മറ്റൊരു എക്സാമ്പിളാണ്. ഇതിൽ പാട്ടയുടെയും പരിപാടിയൊന്നുമില്ല. സെക്കൻഡ് ഹാഫിലൊക്കെ അനി ചതറിച്ചിട്ടുണ്ട്. ഓംപ്രകാശ് ISC ആണ് DOP. ഞാൻ പറഞ്ഞില്ല, ഈ അസർബൈജാൻ അവിടെയാണ് സെറ്റിങ്. അപ്പോഴേ ലൊക്കേഷനും ഫുള്ള് പരിപാടി, അവിടുത്തെ ലാൻഡ്സ്കേപ്പ്, ആ ഒരു ജോഗ്രഫിക്കൽ ആ ഒരു ടെറൈൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ ഒരു ഹോളിവുഡ് ഫീൽ കിട്ടും. ഈ ടെറൈൻ മാറുമ്പോഴേ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. കംപ്ലീറ്റ്ലി അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹം സ്റ്റണ്ണിങ് വിഷ്വൽസ്, പ്രത്യേകിച്ചും വൈഡ് സാധനം പരിപാടിയൊക്കെ മൊത്തത്തിൽ കിടുവായിട്ട് ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. NB ശ്രീകാന്ത് എഡിറ്റ്, ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അജിത്തിൻ്റെ സിനിമകൾ ഉൾപ്പെടെ മങ്ങാത്ത ഉൾപ്പെടെ അദ്ദേഹം കിടുവായിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഭയങ്കര ലോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സുപ്രീം സുന്ദറിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി. തീരെ ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി. അതും ഓരോ ആക്ഷൻ സീക്വൻസസും മാറി മാറി വരുമ്പോഴും അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒരേ സാധനം തന്നെ, ഒരു സുഖമില്ല. അതായത് പടത്തിൻ്റെ ഏറ്റവും ഹൈ ആയിട്ട് കിട്ടേണ്ട സാധനം ഈ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി പരിപാടി കൊണ്ട് തീരെ ഇമ്പാക്റ്റ്ഫുൾ അല്ലാതായിപ്പോയി. പടം തുടങ്ങി ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ തന്നെ അനിരുദ്ധ് സുപ്രമസിയാണ്. ആ ഒരു ടൈറ്റിൽ സോങ് ഉണ്ടല്ലോ, വിടാമുയർച്ചി, അത് തന്നെ ഒരു വൈബാണ് സാധനം. ഇങ്ങനെ അനിരുദ്ധിൻ്റെ പരിപാടി ഉണ്ടല്ലോ, അതിൽ തുടങ്ങി പിന്നെ അജിത്തിൻ്റെ സിമ്പിളസ്റ്റ് എൻട്രി എന്ന് പറയും. അതായത് ഒരു മാസ് മസാല പടത്തിൻ്റെ യാതൊരു സ്വഭാവവും ഇല്ല ഇതിനെന്ന് തുടക്കത്തിൽ ആ എൻട്രിയോട് കൂടെ തന്നെ മനസ്സിലാവും. കൂടെ തൃശയും വരുന്നു, പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളും ഇല്ല. പിന്നെ സവദീക്ക സോങ്, അതും നല്ല ഓളം. അങ്ങനെ പോയി പതിഞ്ഞ താളത്തിലെ പടം തുടങ്ങുന്നത്. ആദ്യത്തെ ഒരു അരമുക്കാൽ മണിക്കൂർ ഈ ഇവരുടെ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളും അതിൻ്റെ ബിൽഡപ്പും അതിൻ്റെ ഫ്ലാഷ് ബാക്കും ഒക്കെയാണ്. ഫ്ലാഷ് ബാക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അജിത്തിനെ ഫ്ലാഷ് ബാക്കിൽ 10 വർഷം മുൻപേയുള്ള അജിത്തിനെ കാണിക്കുമ്പോഴും ഭയങ്കര പ്രായമുള്ള ആളായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. തൃശയ്ക്കും പ്രായമുണ്ട്, അതുകൊണ്ട് കോമ്പിനേഷൻ പ്രശ്നമില്ല. എന്നിരുന്നാൽ കൂടെ അജിത്തിന് വല്ലാതെ പ്രായം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സീനിൽ അജിത്തിൻ്റെ പ്രസൻറ്റ് ലൈഫ് കാണിക്കും. പ്രസൻറ്റ് ലൈഫിൽ പുള്ളിയുടെ ലുക്ക് ആതറതില്ലേ, അതുപോലത്തെ സോൾട്ട് ആൻഡ് പേപ്പറിൽ പുള്ളിയെ തൊടാൻ കഴിയില്ലല്ലോ. അന്യ സ്ക്രീൻ പ്രസൻസ്, ലുക്ക്, പിന്നെ അദ്ദേഹത്തിൻ്റെ വോയിസ് മോഡുലേഷൻ, വളരെ കുറച്ച് ഡയലോഗ്സ് ഉള്ളൂ. പക്ഷേ ഡയലോഗ്സ് ഒക്കെ കിടുവാണ്, ഉള്ള ഡയലോഗ്സ് കിടുവാണ്. പിന്നെ ഈ പടത്തിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഭാഷ സംസാരിക്കുന്ന ആളുകൾ അവിടുത്തെ ഭാഷ തന്നെ സംസാരിക്കും, അല്ലാതെ തമിഴിലേക്ക് മാറ്റി പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ ഏഴാറിവിലൊക്കെ പറയുന്നില്ല, എന്തോ ചീനാവിലെ സീന സട്ടിയിൽ ബോധിധർമ്മൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പരിപാടിയില്ല. ഇപ്പോൾ ഒരുപാട് തമിഴ് സിനിമയിൽ അങ്ങനെയാണ്. അതുകൊണ്ട് ഭയങ്കര ഫ്രഷായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം അവിടുത്തെ ഇൻഡിജിനസ് പീപ്പിൾ, അവിടുത്തെ ലോക്കൽസ് സംസാരിക്കുന്ന ഭാഷയിൽ തന്നെ കാണുമ്പോൾ സബ് ടൈറ്റിലുണ്ട്, ഓക്കെ, പക്ഷെ അത് ഭയങ്കര സുഖമാണ്. പക്ഷേ എല്ലാവർക്കും അത് പറ്റുമോ എന്നറിയില്ല, പ്രത്യേകിച്ചും തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക്. പറഞ്ഞു വന്നത്, അതിൽ ഒരു സീനുണ്ട്, ഒരു കോഫി ഷോപ്പിൽ തൃശയും വേറെ കുറച്ച് ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് തൃശയോട് ചോദിക്കുമ്പോൾ പറയാം അപ്പാവൊക്കെ ഇട്ട് പോയിരിക്കുന്നത്. അപ്പോൾ പുറമേ നോക്കുന്ന സമയത്ത് അജിത്തിനെ കാണിക്കുന്നത് കറക്റ്റ് അപ്പ. അതായത് ആ ഒരു ഡിഫറൻസ് ഉണ്ട്, പക്ഷേ അത് ഈ ക്യാരക്ടറിന് സെറ്റാണ്. പതിഞ്ഞ താളത്തിൽ തുടങ്ങി പടം ശരിക്കും ഒരു ത്രില്ലർ മോഡിലേക്ക് ഗിയർ ഷിഫ്റ്റ് ആവുന്നത് ഒരു 3/4 മണിക്കൂറിനൊക്കെ ശേഷം. പിന്നെ ഫുള്ള് ഔട്ട്ഡോറാണ്. അസർബൈജാൻ ലാൻഡ്സ്കേപ്പ് കാണിച്ച് റോഡ് മൂവി പോലെ സഞ്ചരിക്കുന്നു. റെജീന കസാൻഡ്ര വരുന്നു, അർജുൻ സർജ വരുന്നു, പിന്നെ മറ്റേ ആരവ് നഫീസ്, ബിഗ് ബോസ് വിന്നർ, ഒരു ഹമ്മറൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് നല്ല ത്രില്ലിംഗ് മോഡിലാണ് പടം പോകുന്നത്. ഇനിയും അതിനനുസരിച്ചിട്ട് മ്യൂസിക് ഇങ്ങനെ ഹൈ ആക്കി കൊണ്ടുപോകുന്നു. കാരണം പുള്ളിയുടെ സ്ട്രോങ് ഏരിയയിലേക്ക് എത്തിയതിന് ശേഷം പുള്ളി പിന്നെ പടയ്ക്കാൻ തുടങ്ങി. ഇൻ്റർവെല്ലിൽ വരെ അങ്ങനെ കുറച്ച് ട്വിസ്റ്റും ടേൺസൊക്കെ ആയിട്ട് വളരെ എൻഗേജിങ് ആയിട്ടാണ് പടം പോയിട്ടുള്ളത്. ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് പിന്നെ ബിൽഡിങ്, അതായത് നമ്മൾ ട്രെയിലർ കണ്ടിട്ടുള്ളതല്ലേ, അജിത്തിൻ്റെ പടമല്ലേ, കടവുള്ളേ അജിത്ത്, ഇതൊക്കെ തിയേറ്ററിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു അജിത്തിൻ്റെ പടം കാണാൻ പോയിട്ട് ട്രെയിലർ കണ്ടിട്ടുള്ള നമുക്ക് എന്നതോ പണ്ണ പോകരൻ എന്നുള്ളത് അറിയാം. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റിയും ടെമ്പറമെൻറ്റും കാര്യങ്ങളൊക്കെ അത് കംപ്ലീറ്റ്ലി അത് അങ്ങനെ ഉണ്ടാകുന്നവരെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മിസ്റ്റീരിയസ് പീപ്പിൾ അറൗണ്ട്. അങ്ങനെ വന്ന് പോയി അങ്ങനത്തെ ഒരു സീനിലേക്ക് വന്നതിന് ശേഷം പിന്നെ എനിക്ക് വിചാരിച്ച സാധനം കിട്ടിയില്ല, ഹൈ മൊമെൻറ്റ് കിട്ടിയില്ല. അതായത് ഞാൻ അതിന് പ്രധാന കാരണം ഈ സുപ്രീം സുന്ദറിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി, പിന്നെ മേക്കിങ്ങും പരിപാടികളായി കഴിഞ്ഞാലും ഒരു ഹൈ കിട്ടുന്നില്ല. അനിരുദ്ധ് മാക്സിമം പുള്ളി പഠിച്ചിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് വരെ അങ്ങനെ ഒരു വിചാരിച്ച ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല.
ആ ഒരു തുടക്കത്തിലുള്ള ബിൽഡപ്പ് അങ്ങനെ ബിൽഡപ്പ് ഉള്ള പടമാണെങ്കിൽ ബിൽഡപ്പ് വന്നിട്ട് ഒരു ഹൈ മൊമെൻറ്റം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കയറണം. ആ കയറൽ ഈ പടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ പടം ഓവറോൾ എനിക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് തീരെ സാറ്റിസ്ഫാക്ഷൻ തരാതിരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ജോൺറയുള്ള ഒരു സിനിമ എടുത്തു കഴിഞ്ഞിട്ട് വയലൻസ് മൈൽഡാക്കുക. ഇവരെന്തിനും പിന്നെ ഇങ്ങനത്തെ പടം എടുക്കാൻ നിൽക്കുന്നത്? ഇവർക്ക് വല്ല മറ്റേ സീരിയൽ എടുത്താൽ പോരെ, കുടുംബകഥ മറ്റേ അങ്ങനെ എടുത്താൽ പോരെ. ഇത് ഇങ്ങനെ ഒരു പടം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇത് അത്രയും വയലൻസ് കാണിക്കേണ്ട സീൻസാണ്. എന്നിട്ട് പഴയ സിനിമയിലെ സെക്സ് സീൻ കാണിക്കുന്ന പോലെ കാല് മാത്രം കാണിക്കുക, ഇത് തല കാണിക്കുന്നില്ല, എന്നാൽ പിന്നെ തല ഇതാക്കാൻ നിൽക്കണം. അങ്ങനത്തെ പരിപാടികൾ അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ബ്ലറാക്കി കാണിക്കുക, അത് ബ്രൂട്ടാലിറ്റി വയലൻസ് കാണിക്കേണ്ട ഒരു പടമാണത്. അതങ്ങനെ തന്നെ കാണിക്കണം. അങ്ങനെ കാണിക്കാതെ പിന്നെ മൈൽഡാക്കി മുട്ടിന് താഴേക്ക് മാത്രം വെടിവെക്കുക, മുട്ടിന് താഴേക്ക് മാത്രം അമ്പ ചെയ്യുക. ഇതെന്താ അത് തലയ്ക്ക് കൊള്ളിക്കേണ്ട സാധനം. അങ്ങനെ കുറേ സീൻസ് പിന്നെ ഇതിനകത്ത് ഭയങ്കര ലോ ആയിട്ട്, അതായത് ആ ഒരു കാത്തിരുന്നൊരു സാധനം ഉണ്ടല്ലോ എന്നുള്ള സാധനം അത് പിന്നെ കിട്ടിയില്ല. നിഖിൽ നായർ ചെയ്ത ഒരു കഥാപാത്രമുണ്ട്. അവനെങ്ങനെ മറ്റേ അയാൾ പറഞ്ഞ പോലെ അവനെ പിടിച്ച് അങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ പൊണ്ടാട്ടി എങ്കെ ഇത് തന്നെ പുള്ളി എന്തോ ഒരു പുള്ളിക്ക് എല്ലാ സീനിലും പൊണ്ടാട്ടി എങ്കെ അങ്ങനെ മൊത്തത്തിൽ ആണ് ഇങ്ങനെയാണ് പടം കണ്ടു തീർന്നപ്പോഴേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പക്ഷേ ഇതൊരിക്കലും ഒരു മോശം സിനിമയല്ല. ഹൈ ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള നല്ല ലൊക്കേഷൻസ് ഉള്ള, വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നല്ല സുഖമുള്ള, നല്ല സൗണ്ടുള്ള, അനിയുടെ സ്കോറുള്ള, താലയുടെ സ്ക്രീൻ പ്രസൻസ് ഉള്ള, ഒരുപാട് നല്ല ഷോട്ട്സ് ഉള്ള ഒരു സിനിമയാണ്. പക്ഷേ സ്ക്രിപ്റ്റിനകത്ത് ഉള്ള ഈ പരിപാടി കൊണ്ടും മേക്കിങ്ങിനകത്ത് വല്ലാതെ ലോ ആയതുകൊണ്ടും ഒരു ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ തരാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് വിടാമറിച്ച് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സീനുണ്ട്. ഒരു പരട്ട കിളവി വെടിവെച്ചിട്ട്, അവിടുത്തെ അസർബൈജാനിലെ കിളവിയാണ്, വെടിവെച്ചിട്ട് കിളവി തന്നെ. ഒരു കാര്യം കൂടി, ഇത്രയും വലിയ സിനിമ എടുത്തിട്ട് അർജുൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്, തല അജിത്ത് ചെയ്ത കഥാപാത്രത്തിൻ്റെ പേര്, എന്നിട്ട് ഒരു നെയിം ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് അർക്കുൻ, ARCUN.